ഈശോയ്ക്ക് പ്രായപൂർത്തിയാകുന്നതിൻ്റെ ഒരുക്കങ്ങൾ. നസ്രസിൽ നിന്നുള്ള പുറപ്പാട്. ഈശോയിൽ നിന്ന് എനിക്കൊരു വാഗ്ദാനം ലഭിച്ചു. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ, അങ്ങ് പ്രായപൂർത്തിയിലെത്തിയതിൻ്റെ ക്രമം എനിക്ക് കണ്ടാൽ കൊള്ളാമായിരുന്നു. ഈശോ മറുപടി പറഞ്ഞു, നമ്മൾ സ്വസ്ഥരായിരിക്കുമ്പോൾ രഹസ്യത്തിന് അതിൻ്റെ ക്രമം തെറ്റിക്കാതെ ഞാൻ ആദ്യമേ തന്നെ അത് കാണിച്ചു തരാം. എൻ്റെ അമ്മ എൻ്റെയും യൂദാസിൻ്റെയും ജെയിംസിൻ്റെയും അധ്യാപിക എന്നത് കഴിഞ്ഞാലുടനെ ഇത് ചേർക്കണം. അതിനുശേഷം ദേവാലയത്തിലെ തർക്കവും ചേർക്കണം. 1944 ഡിസംബർ 19. തൊട്ടി പോലുള്ള ഒരു മൺപാത്രത്തിൻ്റെ മുകളിലേക്ക് മേരി കുനിഞ്ഞു നിന്ന് തിളച്ച് ആവി പൊങ്ങുന്ന എന്തോ സാധനം ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. നസ്രസിലെ അടുക്കളത്തോട്ടമാണ് രംഗം. ശൈത്യകാലത്തിൻ്റെ ഒത്ത മധ്യമാണെന്ന് തോന്നുന്നു. കാരണം ഒലിവ് മരങ്ങൾ ഒഴികെ മറ്റെല്ലാ വൃക്ഷങ്ങളും ചെടികളും ഇലകളൊന്നുമില്ലാതെ അസ്ഥിപഞ്ജരം പോലെയുണ്ട്. വളരെ ഉയരെ ആകാശത്തിനു നല്ല തെളിച്ചമുണ്ട്, മനോഹരമായ സൂര്യപ്രകാശവും. എന്നാൽ നഗ്നമായിരിക്കുന്ന വൃക്ഷച്ചില്ലുകളെ ഇളകിമറിക്കുന്ന തണുത്ത കാറ്റിന് ഒരു കുറവുമില്ല. കടുത്ത തവിട്ട് നിറമുള്ള ഉടുപ്പാണ് മേരി ധരിച്ചിരിക്കുന്നത്. നിറത്തിൻ്റെ കടുപ്പം കൊണ്ട് കറുപ്പ് പോലെ തന്നെ തോന്നിക്കുന്നു. പരിപരുത്തൊരു തുണി ഏപ്രൺ പോലെ മുന്നിൽ കെട്ടിയിട്ടുണ്ട്, ഉടുപ്പ് ചീത്തയാകാതിരിക്കാൻ. ഇളക്കിക്കൊണ്ടിരിക്കുന്ന കോൽ മേരി വെളിയിലേക്ക് എടുക്കുന്നു. അതിൻ്റെ അറ്റത്തു നിന്നും ചുവപ്പ് നിറമുള്ള 2-3 തുള്ളികൾ ഇറ്റു വീഴുന്നു. മേരി അത് നോക്കുന്നു. അവളുടെ വിരലുകൾ കൊണ്ട് അതിൻ്റെ നിറം പരിശോധിക്കുന്നു. തൃപ്തിയായതുപോലെ തോന്നുന്നു. അവൾ വീട്ടിനുള്ളിലേക്ക് പോയി കുറേയധികം വെള്ളക്കമ്പിളി നൂൽക്കെട്ടുകളുമായി വരുന്നു. ആ കെട്ടുകൾ ഓരോന്നും വളരെ സൂക്ഷിച്ച് ക്ഷമയോടെ തൊട്ടിയിലുള്ള ചായത്തിൽ മുക്കുന്നു. അവൾ ജോലി തിരക്കിലായിരിക്കെ അനുജത്തി അൽഫിയോസിൻ്റെ ഭാര്യ മേരി ജോസഫിൻ്റെ പണിപ്പുരയിൽ നിന്നിറങ്ങി വരുന്നു. രണ്ടുപേരും അഭിവാദ്യം ചെയ്ത് സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. അത് നന്നായിരിക്കുന്നോ? അൽഫിയോസിൻ്റെ ഭാര്യ ചോദിക്കുന്നു. എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പുറം ജാതിക്കാരിയായ ആ സ്ത്രീ എന്നോട് തർപ്പിച്ചു പറഞ്ഞു, ഇതാണ് ആ നിറമെന്നും റോമിൽ അവർ ഇങ്ങനെ തന്നെയാണ് ഇത് ചെയ്യുന്നതെന്നും. നിന്നെ പ്രതിയാണ് അവൾ ഇതെനിക്ക് തന്നത്. നീ ചെയ്തു കൊടുത്ത ചിത്രത്തയ്യൽ അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവൾ പറഞ്ഞത് റോമിൽ പോലും ഇത്ര ഭംഗിയായി ചിത്രത്തയ്യൽ ചെയ്യുന്നവരില്ലെന്നാണ്. അത് ചെയ്ത് നിന്റെ കണ്ണ് വേദനിച്ചു കാണും. മേരി പുഞ്ചിരി തൂകി. അതൊരു നിസ്സാര തയ്യലായിരുന്നു എന്ന അർത്ഥത്തിൽ തലകുലുക്കുന്നു. അനുജത്തി അവസാനത്തെ കമ്പിളിക്കെട്ടുകൾ മേരിയുടെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് അവയെ ഉറ്റു സൂക്ഷിച്ചുകൊണ്ട് പറയുന്നു, എത്ര മനോഹരമായിട്ടാണ് നീ ആ നൂൽ നൂറ്റിട്ടുള്ളത്. വളരെ കനം കുറഞ്ഞ് മാർദ്ദവും മിനുസവും ഉള്ളതായതുകൊണ്ട് ഇവ മുടി പോലെ ഇരിക്കുന്നു. നീ എല്ലാം എത്ര നന്നായി ചെയ്യുന്നു, അതും എത്ര വേഗത്തിൽ. ഈ അവസാനം മുക്കുന്നത് കുറെ കൂടി നേരിയ നിറമായിരിക്കുമോ? അതെ, അത് ഉടുപ്പിനുള്ളതാണ്. പുറം കുപ്പായം കുറെ കൂടി കടുപ്പമുള്ള നിറമായിരിക്കും. 2 സ്ത്രീകളും കൂടി ആ തൊട്ടിക്കരികിൽ ജോലി ചെയ്യുന്നു. മനോഹരമായ വയലറ്റ് നിറമുള്ള കമ്പിളി അവർ തൊട്ടിയിൽ നിന്നും പുറത്തെടുത്ത് വേറൊരു ചെറിയ പാത്രത്തിലെ തണുത്ത വെള്ളത്തിൽ മുക്കുന്നു. അടുത്തുള്ള ഒരു ഉറവയിൽ നിന്നും അല്പാൽപമായി ഊറി വരുന്ന വെള്ളം ആ പാത്രം നിറയെയുണ്ട്, മഞ്ഞുപോലെ തണുത്ത വെള്ളം. അവർ കമ്പിളി പലതവണ തണുത്ത വെള്ളത്തിൽ ഊറ്റിയ ശേഷം മരക്കൊമ്പുകളിൽ വിലങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന ചുള്ളികളിൽ നിരത്തിയിടുന്നു. അവ ഈ കാറ്റേറ്റ് വേഗം ഉണങ്ങും, നന്നായി ഉണങ്ങും. അനുജത്തി പറയുന്നു, നമുക്ക് ജോസഫിൻ്റെ പക്കലേക്ക് പോകാം. അവിടെ തീ കൂട്ടിയിട്ടുണ്ട്. തീ ഇപ്പോൾ തണുത്ത് മരവിച്ചിട്ടുണ്ടാകും. നമ്മുടെ നാഥ പറയുന്നു, നീ സഹായിച്ചത് വലിയ ഉപകാരമായി. അധികം ബന്ധപ്പെടാതെ വളരെ വേഗം ഞാൻ അത് ചെയ്തു തീർത്തു. നിന്നോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. ഓ മേരി, നിനക്ക് വേണ്ടി ചെയ്യാൻ പാടില്ലാത്തതായി എനിക്കൊന്നുമില്ല. നിന്റെ അടുത്തായിരിക്കുന്നത് എത്ര വലിയ ആനന്ദമാണ്. അതും ഈ ജോലിയെല്ലാം ഈശോയ്ക്ക് വേണ്ടിയാണ്. അവൻ വാത്സല്യം നിറഞ്ഞ ഓമന മകൻ, നിന്റെ പുത്രൻ. അവൻ്റെ പ്രായപൂർത്തി ആഘോഷത്തിന് ഞാൻ നിന്നെ സഹായിക്കുമ്പോൾ അവൻ എൻ്റെയും മകനാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. 2 സ്ത്രീകളും കൂടി പണിപ്പുരയിലേക്ക് പോകുന്നു. ആശാരി പണിയുന്ന സ്ഥലത്തുള്ള ആ ഗന്ധം, തടി ചിന്തേരിയിടുമ്പോഴുള്ള മണം, ആ പണിപ്പുര നിറഞ്ഞു നിൽക്കുന്നു. ദർശനം തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കുന്നു. ഉടനെ തന്നെ ഈശോ, ഇപ്പോൾ 12 വയസ്സായ ഈശോ ജെറുസലേമിലേക്ക് പുറപ്പെടുന്നതായി കാണപ്പെടുന്നു. ഈശോ വളരെ കോമളനായി കാണപ്പെടുന്നു. നന്നായി വളർന്നിട്ടുണ്ട്. ചെറുപ്പക്കാരിയായ അമ്മയുടെ ഒരു ഇളയ സഹോദരനെന്ന് തോന്നിക്കും. മേരിയുടെ തോൾ വരെ പൊക്കം വെച്ചു. സ്വർണ്ണ നിറമുള്ള ചുരുണ്ട മുടി അമ്മയുടെ തോളിൽ മുട്ടുന്നുണ്ട്. ബാല്യത്തിലേതുപോലെ മുടി നീളം കുറഞ്ഞതല്ല, ഇപ്പോൾ കാതുവരെ ഇറങ്ങിക്കിടക്കുന്നു.
നിറയെ ചുരുളുകളായി നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്വർണ്ണത്തൊപ്പി ധരിച്ചിരിക്കുന്നത് പോലെയുണ്ട്. ഉടുപ്പിന് ചുവപ്പ് നിറമാണ്, ഒരുതരം ഇളം ചുവപ്പായ മാണിക്യക്കല്ലിൻ്റെ നിറം. നീളമുള്ള ഉടുപ്പ് പാദം വരെ നീണ്ടു കിടക്കുന്നു. ചെരുപ്പ് ധരിച്ചിരിക്കുന്ന പാദങ്ങൾ മാത്രം കാണാം. ഉടുപ്പ് വളരെ അയവുള്ളതാണ്. നീണ്ട ഏറെ വീതിയുള്ള കൈകൾ ഉടുപ്പിൻ്റെ കഴുത്തിലും കൈകളിലും വക്കിനും അടിയിലത്തെ വക്കിനും ഒരേ നിറത്തിൽ ഗ്രീക്ക് ചിത്രപ്പണി നെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. എത്ര ഭംഗിയായിരിക്കുന്നു! ഈ ദർശനം പകർത്തി എഴുതുമ്പോൾ തുടർന്നുള്ള ഭാഗത്തിനായി കാത്തിരിക്കുക. അതൊരു പുതിയ ബുക്കിൽ എഴുതാം. 1944 ഡിസംബർ 30 ഈശോ അമ്മയോടൊത്ത് നസ്രസിലെ വീട്ടിൽ ഭക്ഷണമുറിയിലേക്ക് പോകുന്നത് ഞാൻ കാണുന്നു. ഈശോ 12 വയസ്സുള്ള ഒരു സുന്ദരനായ ബാലൻ. ശരീരത്തിന് നല്ല പുഷ്ടി, നല്ല ഉയരം, എന്നാൽ ഏറെ വണ്ണമില്ല. നിറം കാണുമ്പോൾ ഉള്ളതിൽ കൂടുതൽ പ്രായം തോന്നിക്കുന്നു. അമ്മയുടെ തോള് വരെ പൊക്കമായി. മുഖം ഇപ്പോഴും കുട്ടികളുടേതുപോലെ റോസ് നിറത്തിൽ വൃത്താകൃതിയിലാണ്. യുവത്വത്തിലും പൂർണ്ണ മനുഷ്യനായി വളരുമ്പോഴും ഈ മുഖം മെലിഞ്ഞ് നിറമില്ലാത്തതായിത്തീരും. മഞ്ഞ കലർന്ന റോസ് നിറമുള്ള ചിലയിനും വെൺകല്ലിൻ്റെ നിറത്തിലാകും. ഈശോയുടെ കണ്ണുകൾ ഇപ്പോൾ കുട്ടികളുടെ കണ്ണുകൾ പോലെ തന്നെ. വലിയ കണ്ണുകൾ, മലർക്കെ തുറന്നു നോക്കുന്ന കണ്ണുകൾ. അവക്ക് ആനന്ദത്തിൻ്റെ ഒരു തിളക്കമുണ്ട്. നോട്ടത്തിൻ്റെ ഗൗരവത്തിൽ ആ തിളക്കം അപ്രത്യക്ഷമാകുന്നു. കുറേ കാലം കഴിയുമ്പോൾ ആ കണ്ണുകൾ അത്രയും തുറക്കുകയില്ല. കൺപീലികൾ കണ്ണിൻ്റെ പാതിയെ മറക്കും. നിർമ്മലനും പരിശുദ്ധനുമായവനിൽ നിന്ന് ലോകത്തിൻ്റെ അത്യന്ത ദുഷ്ടത അങ്ങനെ മറയ്ക്കപ്പെടും. അത്ഭുതങ്ങൾ ചെയ്യുന്ന സമയത്ത് അവ തുറക്കും, പ്രകാശമാനമാകും. ഇപ്പോഴത്തേതിൽ കൂടുതൽ പ്രകാശിക്കും. പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും മരണത്തെ പരാജയപ്പെടുത്തുകയും രോഗങ്ങളും പാപങ്ങളും നീക്കി ആരോഗ്യം പ്രദാനം ചെയ്യുകയും ചെയ്യുമ്പോൾ പിന്നീട് ഗൗരവത്തോട് ചേർന്ന് ആ പ്രകാശം ഉണ്ടാവുകയില്ല. പാപവും മരണവും കൂടുതൽ കൂടുതലായി ഉണ്ടാകും. അവ വളരെ അടുത്തായിരിക്കും. അവയോടൊപ്പം മനുഷ്യരുടെ വെറുപ്പും ദുഷ്ടതയും നിമിത്തം സ്വന്തം ബലി കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവില്ലല്ലോ എന്ന മാനുഷികമായ അറിവും ആ പ്രകാശത്തെ ഇല്ലാതാക്കും. വളരെ വിരളമായി മാത്രമേ ഇനി ആ കണ്ണുകൾ പ്രകാശിക്കുകയുള്ളൂ. ആത്മാർത്ഥത നിറഞ്ഞ വിശ്വാസികളോടും പ്രത്യേകിച്ച് പരിശുദ്ധരായ ആളുകളോടും വിശിഷ്യ കൊച്ചുകുട്ടികളോടും കൂടിയായിരിക്കുമ്പോൾ മാത്രമേ ശാന്തവും പരിശുദ്ധവുമായ കണ്ണുകൾ ഇനി സന്തോഷത്താൽ പ്രകാശിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈശോ വീട്ടിൽ അമ്മയുടെ കൂടെയാണ്. ജോസഫ് പുഞ്ചിരി തൂകിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നു. സഹോദരന്മാർ അടുത്തു വന്ന് അത്ഭുതത്തോടെ നോക്കുന്നു. ഇളയമ്മ മേരി അൽഫിയോസ് ഈശോയെ വാത്സല്യപൂർവ്വം തലോടുന്നു. ഇപ്പോൾ ഈശോയ്ക്ക് സന്തോഷമാണ്. എൻ്റെ ഈശോയ്ക്ക് സന്തോഷം തോന്നണമെങ്കിൽ സ്നേഹം വേണം. ഈ സമയത്ത് അതുണ്ട്. വളരെ അയവുള്ള ഒരു രോമ ഉടുപ്പാണ് ഈശോ ധരിച്ചിരിക്കുന്നത്. ഇളം ചുവപ്പായ മാണിക്യത്തിൻ്റെ നിറം, വളരെ മാർദ്ദവുമുള്ള രോമത്തുണി, വളരെ നേർമയിൽ ഉറപ്പായി നെയ്തെടുത്ത തുണി. ഉടുപ്പിൻ്റെ കഴുത്തിലും കൈയുടെ അഗ്രത്തിലും അടിയിലത്തെ വക്കോട് ചേർന്നും ഗ്രീക്ക് ചിത്രപ്പണികൾ നെയ്ത് ചേർത്തിട്ടുണ്ട്. അവയ്ക്ക് കുറെ കൂടി കടുപ്പമുള്ള ചുവപ്പ് നിറമാണ്. ചെരുപ്പുകൾ പുതിയതാണ്. 2 വള്ളികൾ കോർത്ത് ചുറ്റിക്കെട്ടുന്ന സാധാരണ തരമല്ല, നന്നായിട്ടുണ്ടാക്കിയതാണ്. ഉടുപ്പ് അമ്മ നിർമ്മിച്ചതാവണം. കാരണം അനുജത്തെ അത് നോക്കി അത്ഭുതപ്പെടുകയും പുകഴ്ത്തി പറയുകയും ചെയ്യുന്നു. ഈശോയുടെ സ്വർണ്ണ നിറമുള്ള മുടിക്ക് ഇപ്പോൾ സ്വല്പം കൂടി ഇരുണ്ട നിറമായിട്ടുണ്ട്. ചെവിക്ക് താഴെ വരെ ചുരുണ്ടു കിടക്കുന്ന മുടിക്ക് ഇപ്പോൾ ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ്. ശൈശവത്തിലുണ്ടായിരുന്ന ആ മനോഹരമായ ചുരുളുകളല്ല ഇപ്പോൾ. ഒരു പൂർണ്ണ മനുഷ്യനായി വളർന്നു കഴിയുമ്പോൾ ഈ മുടി തോളിൽ മുട്ടി സ്വർണ്ണത്തിര പോലെ അറ്റത്ത് ഒരു വലിയ ചുരുളായിട്ടാണ് കിടക്കുക. ഇപ്പോൾ മുടിക്ക് ഈ രണ്ടാമത് പറഞ്ഞതിനോടാണ് കൂടുതൽ സാദൃശ്യം. ഇതാ ഞങ്ങളുടെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് മേരി തൻ്റെ വലത് കൈ കൊണ്ട് ഈശോയുടെ ഇടത് കൈ പിടിച്ച് പൊക്കുന്നു. ഈശോയെ എല്ലാവർക്കും പരിചയപ്പെടുത്തുകയും പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ജോസഫിൻ്റെ പിതൃത്വത്തെ സ്ഥാപിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അവനെ അനുഗ്രഹിക്കൂ ജോസഫ്. ജെറുസലേമിലേക്ക് പോകും മുമ്പ് അനുഗ്രഹം നൽകൂ എന്ന് മേരി കൂട്ടിച്ചേർക്കുന്നു. ജീവിതത്തിലേക്കുള്ള ആദ്യ കാൽവെപ്പിൽ അനുഗ്രഹിക്കുന്ന ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈശോ സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ടായില്ല. എന്നാൽ ഇപ്പോൾ പ്രായമെത്തിയെന്ന് പ്രഖ്യാപിക്കപ്പെടാൻ ദേവാലയത്തിലേക്ക് പോവുകയാണല്ലോ. അതിനാൽ ദയവായി ഈശോയെ അനുഗ്രഹിക്കൂ. അവനോടൊപ്പം എന്നെയും അനുഗ്രഹിക്കൂ. നിന്റെ അനുഗ്രഹം മേരി വിതുമ്പിക്കരയുന്നു. നിശബ്ദമായി അവനെ ശക്തിപ്പെടുത്തും. മകനിൽ നിന്ന് അല്പം അകന്നു നിൽക്കാൻ എനിക്ക് ശക്തി തരും.
മേരി, ഈശോ എന്നും നിൻ്റേതായിരിക്കും. ഈ കർമ്മം നമ്മുടെ പരസ്പര ബന്ധത്തെ ഒട്ടും ബാധിക്കില്ല. നമ്മുടെ ഈ ഓമനപുത്രന് വേണ്ടി നമ്മൾ തമ്മിൽ ഒരിക്കലും തർക്കമുണ്ടാവുകയില്ല. ജീവിതത്തിൽ ഈശോയെ നയിക്കാൻ നിർമ്മലയായ എൻ്റെ മണവാട്ടി, നിന്നെപ്പോലെ അർഹതയുള്ള ഒരുത്തരുമില്ല. മേരി കുനിഞ്ഞ് ജോസഫിൻ്റെ കരം പിടിച്ച് ചുംബിക്കുന്നു. സ്നേഹവും ബഹുമാനവുമുള്ള മണവാട്ടി. സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഈ അടയാളം ജോസഫ് മഹിമയോടെ സ്വീകരിക്കുന്നു. അനന്തരം മേരി ചുംബിച്ച കരമുയർത്തി അവളുടെ ശിരസിൽ വെച്ചുകൊണ്ട് പറയുന്നു, ശരി, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഓ ഭാഗ്യപ്പെട്ടവളെ, നിന്നോടുകൂടി ഈശോയെയും ഞാൻ അനുഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അന്തസത്തയും നിങ്ങളാണ്. ജോസഫ് വളരെ ഭയഭക്തിയോടെ ഗൗരവപൂർവ്വമാണ് സംസാരിക്കുന്നത്. കൈകൾ രണ്ടും നീട്ടി കൈപ്പത്തികൾ കമഴ്ത്തി കുനിഞ്ഞു നിൽക്കുന്ന 2 ശിരസുകൾക്കു മീതെ പിടിച്ചിരിക്കുന്നു. 2 ശിരസുകൾക്കും സ്വർണ്ണ നിറം. പരിശുദ്ധമായ 2 ശിരസുകൾ. ജോസഫ് അനുഗ്രഹവചസ്സുകൾ ഉച്ചരിക്കുന്നു. കർത്താവ് നിങ്ങളെ കടാക്ഷിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് തൻ്റെ കരുണ നിങ്ങളുടെ മേൽ വർഷിക്കുകയും തൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നൽകട്ടെ. അനന്തരം ജോസഫ് പറയുന്നു, ഇനി നമുക്ക് പോകാം. യാത്രക്ക് യോജിച്ച മണിക്കൂറാണിത്. മേരി കടും നിറം കലർന്ന വീതിയുള്ള ഒരു പുറംകുപ്പായം എടുത്ത് ഈശോയെ ധരിപ്പിക്കുന്നു. അത് ധരിപ്പിക്കുകയും സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്യുകയും ചെയ്യുന്ന രംഗം എത്ര വിസ്മയാവഹം. അവർ പുറത്തിറങ്ങി വീടടച്ച് ഭദ്രമാക്കുന്നു. യാത്ര ആരംഭിക്കുകയായി. മറ്റു തീർത്ഥാടകരും അതേ ലക്ഷ്യത്തിൽ യാത്ര ചെയ്യുന്നു. ഗ്രാമത്തിനു വെളിയിലെത്തിയപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും വേർതിരിയുന്നു. കുട്ടികൾ അവർക്കിഷ്ടമുള്ളവരുടെ കൂടെ പോകുന്നു. ഈശോ അമ്മയുടെ കൂടെയാണ് പോകുന്നത്. ഏറ്റവും ആനന്ദദായകമായ വസന്തകാലത്തെ മനോഹരമായ നാട്ടിൻപുറങ്ങളിലൂടെ അധിക സമയം സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ട് തീർത്ഥാടകർ പോകുന്നു. പുൽത്തകിടുകൾ പുതുമയാർന്നിരിക്കുന്നു. ധാന്യങ്ങൾ വിളഞ്ഞ വയലുകൾ ആകർഷകമാണ്. വൃക്ഷങ്ങളിൽ തളിരിലകൾ പൊട്ടിവിടരുന്നു. വയലുകൾക്കിടയിലൂടെയുള്ള വഴികളിൽ തീർത്ഥാടകർ പാടുന്നത് കേൾക്കാം. വൃക്ഷക്കൊമ്പുകളിലിരുന്ന് പക്ഷികൾ തങ്ങളുടെ സ്നേഹഗാനങ്ങൾ പാടുന്നതും കേൾക്കാം. നല്ല തെളിവുള്ള അരുവികളിൽ കരയിൽ നിൽക്കുന്ന പൂക്കൾ പ്രതിഫലിച്ചു കാണാം. ആട്ടിൻകുട്ടികൾ തള്ളന്മാരുടെ അടുക്കൽ ചാടിക്കളിക്കുന്നു. ഏപ്രിൽ മാസത്തിലെ ആകാശം മനോഹരവും എല്ലായിടത്തും സന്തോഷവും സമാധാനവും. ദർശനം ഇങ്ങനെ അവസാനിക്കുന്നു.